Hello everyone, ഞാൻ ഡോക്ടർ അഞ്ജലി ഉല്ലാസ് ആസ്റ്റർ MIMS കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഡെർമറ്റോളജി OPDസിൽ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് കയറി വരുമ്പം നമ്മുടെ അടുത്ത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലമായിട്ടാണ് അവർ വരുന്നത്. ഡോക്ടർ, എൻ്റെ സ്കിന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് ടാനായിരിക്കുകയാണ്, പിന്നെ ഇപ്പം എൻ്റെ സ്കിന്ന് പഴയ പോലത്തെ ആ ഗ്ലോവും ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ല. ഓക്കെ, സോ ചിലവർ കുറച്ച് ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് റിസർച്ചൊക്കെ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, മാം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റുമോ, ഓർ ഈ പ്രൊഡക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഗൂഗിൾ സെർച്ച്ഡ് സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റ്, ദാറ്റ് ഈസ് ഗ്ലൂട്ടത്തയോൺ. എന്തൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ മരുന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ അതിനെക്കുറിച്ച് അറിവുണ്ടാവുന്നത് വളരെ നല്ലതാണ്. സോ എന്താണ് ഗ്ലൂട്ടത്തയോൺ? സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ഗ്ലൂട്ടത്തയോൺ ഒരു സപ്ലിമെൻ്റാണ്. നമ്മൾ ഡെയിലി വിറ്റാമിനൊക്കെ എടുക്കുന്ന പോലെ ഒരു സപ്ലിമെൻറ്റ് പോലെയാണ് ഗ്ലൂട്ടത്തയോൺ. 3 അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഗ്ലൂട്ടത്തയോൺ ഉണ്ടാക്കുന്നത്: ഗ്ലൈസീൻ, സിസ്റ്റീൻ ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, ഇത് നാച്ചുറലി നമ്മളെ ലിവറും ഗ്ലൂട്ടത്തയോൺ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് നമ്മളുടെ ബോഡിയിൽ ഏജിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഓർ ഒരു പ്രായമൊക്കെ ആകുമ്പം ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗ്ലൂട്ടത്തയോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നു. ആൻഡ് ഗ്ലൂട്ടത്തയോണിന് അതിൻ്റെതായ കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതൊരു സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. സോ ഈ ഗ്ലൂട്ടത്തയോണിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ, അതേപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് ഇത് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് കുറച്ച് നോക്കാം. സോ ഗ്ലൂട്ടത്തയോൺ ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കിൻ ലൈറ്റനിങ് ഓർ ബ്രൈറ്റനിങ് ഏജൻ്റാണ് അല്ലേ. സോ ഇതിൻ്റെ 2 മെയിൻ ആക്ഷൻസ് നമ്മുടെ ബോഡിയിലുള്ളത്: ഒന്ന് സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റ്, രണ്ടാമത്തത് അതൊരു വളരെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഗ്ലൂട്ടത്തയോൺ സ്കിൻ ലൈറ്റനിങ് ഉണ്ടാക്കുന്നത്? ഗ്ലൂട്ടത്തയോൺ ഡെർമറ്റോളജിയിൽ തന്നെ കടന്നു വരുന്നത് ഒരു പ്രത്യേക കഥയിലൂടെയാണ്. സോ പണ്ട് കാലത്ത് ബ്ലാഡർ ക്യാൻസർ ഉള്ള പേഷ്യൻസിന് സിസ്പ്ലാറ്റിൻ എന്ന കീമോതെറാപ്പി ഡ്രഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തയോണിൻ്റെ IV ഇഞ്ചെക്ഷൻസ് കൊടുത്തിരുന്നു. സോ ഈ പേഷ്യൻസിൽ കണ്ട ഒരു കോയിൻസിഡൻ്റൽ ഫൈൻഡിങ് ആണ് സ്കിൻ ലൈറ്റനിങ് ഓർ സ്കിൻ ബ്രൈറ്റനിങ്. സോ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ഗ്ലൂട്ടത്തയോണിന് ഇങ്ങനെ ഒരു സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന്. ഓക്കെ, സോ നമ്മളുടെ സ്കിൻ ടോൺ സ്കിൻ കളർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓർ ഉണ്ടാക്കുന്നത് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് വഴിയാണ്. സോ നമ്മളുടെ സ്കിന്നിൽ മെലാനിൻ 2 ഫോംസിലാണ് ലഭ്യമാവുന്നത്. ഒന്ന് യൂമെലാനിൻ ആൻഡ് ഫിയോമെലാനിൻ. ഫിയോമെലാനിൻ കൂടുതലുള്ള ആൾക്കാർക്ക് ലൈറ്റർ സ്കിൻ ടോൺ ആയിരിക്കും. യൂമെലാനിൻ കൂടുതലുള്ളവർക്ക് ഒരു കുറച്ചും കൂടി വീറ്റിഷ് ഓർ ഡാർക്കർ സ്കിൻ ടോൺ ആയിരിക്കും. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുമ്പം അത് കൂടുതൽ ഫിയോമെലാനിൻ ഉണ്ടാക്കുന്നു. സോ അങ്ങനെയാണ് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഒരു സ്കിൻ ലൈറ്റനിങ് ഓർ ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിൽ. രണ്ടാമത്തത് അതിൻ്റെ വേറൊരു ഗുണം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സോ നമ്മളുടെ ഇപ്പോഴത്തെ സ്ട്രെസ് ഫിൽഡ് ലൈഫ്, അതേപോലെ തന്നെ കുറേ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ വല്ലാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടി ചെയ്യും. സോ ഇതൊക്കെ നമ്മളുടെ ബോഡീന് ഭയങ്കര ഹാംഫുള്ളാണ്. സോ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുമ്പോൾ ഇതൊക്കെ മാറ്റാനും തടയാനൊക്കെ വളരെയധികം സഹായിക്കുന്നു. സോ ആസ് എ റിസൾട്ട് ഒരു ആൻറ്റി ഏജിങ് പ്രോസസ്സും ഗ്ലൂട്ടത്തയോൺ നമുക്ക് തരുന്നു. ഗ്ലൂട്ടത്തയോണിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ അതിന് കുറേയധികം ഗുണങ്ങളുണ്ട്. നമ്പർ 1, അത് ലിവർ പ്രൊട്ടക്റ്റീവ് ആണ്. സോ ലിവറിൽ തന്നെ ഗ്ലൂട്ടത്തയോൺ ഉണ്ടാവുന്നു, ബട്ട് കുറച്ച് കാലം കഴിയുമ്പം അതിൻ്റെ അളവ് കുറയുമ്പോൾ ലിവറിന് അതൊരു പ്രൊട്ടക്ഷൻ നൽകുന്നു ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാരണം. രണ്ടാമത്തെ, ഡയബറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടത്തയോൺ സഹായിക്കുന്നു. മൂന്നാമത്, വൈറൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, അതിനൊക്കെ ഗ്ലൂട്ടത്തയോൺ നമുക്ക് നല്ല പ്രതിരോധ ശക്തി തരും. പിന്നെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകുമ്പം ഒരു ചെറിയ രീതിയിൽ അതിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയും കൂടി ഗ്ലൂട്ടത്തയോണിന് ഉണ്ട്. ഇതാണ് ഗ്ലൂട്ടത്തയോണിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ ഇപ്പം ഗ്ലൂട്ടത്തയോൺ എന്തൊക്കെ ഫോംസിലാണ് ഇപ്പം മാർക്കറ്റിൽ ലഭ്യമാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ സ്പ്രേസ്, സൊല്യൂഷൻസ്, ക്രീംസ്, സോപ്സിൽ, പിന്നെ നാവിൻ്റെ അടിയിൽ വെക്കുന്ന ഗുളികകൾ. ഓക്കെ,
പിന്നെ ഇപ്പം വളരെ ഹൈപ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് IV ഇഞ്ചെക്ഷൻസ് ഓഫ് ഗ്ലൂട്ടത്തയോൺ. ഇതൊക്കെയാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഗ്ലൂട്ടത്തയോണിൻ്റെ പ്രോഡക്ട്സ്. ബട്ട് ഗ്ലൂട്ടത്തയോൺ നമുക്ക് നാച്ചുറലിയും കിട്ടും. നാച്ചുറൽ സോഴ്സ് ഓഫ് ഗ്ലൂട്ടത്തയോൺ അതും ലഭ്യമാണ്. സോ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് ഗ്ലൂട്ടത്തയോൺ ഉൾപ്പെട്ടിട്ടുള്ളത്? ടൊമാറ്റോസ്, അവക്കാഡോസ്, നട്ട്സ്, സ്പിനാച്ച്, ബ്രൊക്കോളി എന്ന ഫുഡ് ഐറ്റംസിലും ഗ്ലൂട്ടത്തയോൺ നമുക്ക് കിട്ടും. ഡെർമറ്റോളജിയിൽ ഗ്ലൂട്ടത്തയോൺ 3 ഫോംസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. ഒന്ന് പരട്ടുന്ന വഴി, പിന്നെ ഗുളിക ആൻഡ് IV ഇഞ്ചെക്ഷൻസ്. ഓക്കെ, സോ പരട്ടുന്ന ഫോംസിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, മിക്ക ക്രീംസ്, സോപ്സിൽ, ഫേസ് വാഷസിലൊക്കെ ഗ്ലൂട്ടത്തയോൺ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സ്കിന്നിനൊരു ഗ്ലോ, ബ്രൈറ്റ്നെസ്, അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടി ബെറ്ററായി തോന്നുന്ന ആ ഒരു ഫീൽ എന്തായാലും നമുക്ക് കിട്ടും വിത്ത് കൺസിസ്റ്റൻ്റ് യൂസ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പിന്നെ രണ്ടാമത്തതാണ് ഓറൽ ഓർ ഗുളികകൾ. ഇത് ഇപ്പം എല്ലാവരും ഓവർ ദ കൗണ്ടർ തന്നെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഓക്കെ, വിതൗട്ട് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ഒന്നും ഇല്ലാതെ ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ് ഓറൽ ഗ്ലൂട്ടത്തയോൺ. സോ ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുളികകളൊന്നും നിങ്ങൾ റാൻഡമായിട്ട് ഓർ വെറുതെ പോയിട്ട് എടുക്കേണ്ടതല്ല. എല്ലാ ഗുളികൾക്കും അതിൻ്റെതായ ഡോസേജ് ഓർ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഗുളികൾ കൊടുക്കുന്നത്. സോ ഒരു ഡെർമറ്റോളജിസ്റ്റിന് പ്രിസ്ക്രിപ്ഷൻ ഓർ കൺസൾട്ടേഷൻ ഇല്ലാതെ ഈ ഗുളികൾ ഓർ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സ് ഒന്നും പോയിട്ട് നിങ്ങൾ വാങ്ങിക്കരുത്. ബിക്കോസ് മുന്നത്തെ കുറേ പഠനങ്ങളിൽ ഈ ഡോസേജ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാതെ കുറേ സൈഡ് എഫക്ട്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. വയറ് പുകച്ചൽ, വേദന, നീറ്റൽ, ഗ്യാസ്ട്രൈറ്റിസ്, ഈ പ്രശ്നങ്ങളൊക്കെ ഓറൽ ടാബ്ലറ്റ്സ് വഴിയും നമുക്ക് ഉണ്ടാകുന്നതാണ്. സോ ഓൺലി ആഫ്റ്റർ എ പ്രിസ്ക്രിപ്ഷൻ യൂസ് ഓറൽ ഗ്ലൂട്ടത്തയോൺ. അല്ലാതെ വെറുതെ റാൻഡമായിട്ട് പോയിട്ട് നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഓറൽ ഗ്ലൂട്ടത്തയോൺ FDA അപ്രൂവ്ഡ് ആണ്. ദാറ്റ് ഈസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ വഴി നമുക്ക് ഓറൽ ഗ്ലൂട്ടത്തയോണിന് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പം വളരെ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് IV ഗ്ലൂട്ടത്തയോൺ ഓർ ഇഞ്ചെക്ഷൻ ഷോട്ട്സ് ഓഫ് ഗ്ലൂട്ടത്തയോൺ. നമ്മൾ മാർക്കറ്റിൽ പരട്ടുന്ന രീതിയിൽ ഗ്ലൂട്ടത്തയോൺ ലഭ്യമാണ്, ഗുളികകളുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ IV ഇഞ്ചെക്ഷൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്? സോ അതിനൊരു കാരണമുണ്ട്, ബയോ അവൈലബിലിറ്റി. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഗ്ലൂട്ടത്തയോൺ നമ്മളുടെ ബ്ലഡിൽ എത്രത്തോളം അളവിൽ കൂടുതലായി കിട്ടുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട്സ് കിട്ടാം. ഓക്കെ, സോ ഓറൽ ഓർ ടാബ്ലറ്റ്സിൽ വഴി നമ്മൾ ഗ്ലൂട്ടത്തയോൺ കഴിക്കുമ്പം അതിൻ്റെ ബയോ അവൈലബിലിറ്റി എത്രയോ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓറൽ ഗുളികകൾ ഓർ ടാബ്ലറ്റ്സ് കഴിക്കുമ്പം റിസൾട്ട്സ് കുറച്ച് ടൈം എടുക്കും. ഇപ്പം എല്ലാവർക്കും അതാണ്, എപ്പോഴാണ് എനിക്ക് റിസൾട്ട്സ് കിട്ടുക, ഏത് സമയത്താണ് എനിക്ക് സ്കിൻ ലൈറ്റനിങ് കാണാൻ തുടങ്ങുക. സോ ഓറൽ ഗുളികകൾ നിങ്ങൾ കഴിക്കുമ്പോൾ മിനിമം 3 months നിങ്ങൾക്ക് കഴിക്കണം ആ റിസൾട്ട് കാണണമെങ്കിൽ. പിന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഓർ കുറച്ച് ഡാർക്കർ ഓർ വീറ്റിഷ് കൂടിയാണെങ്കിൽ അതിന് കുറച്ചും കൂടി സമയം എടുക്കും, അബൌട്ട് 6 to 8 months എടുക്കും ഓറൽ ഓർ ഗുളികകൾ കഴിക്കുമ്പോൾ. ബട്ട് നിങ്ങളിപ്പം IV ഷോട്ട്സ് ഓർ ഇഞ്ചെക്ഷൻസ് ഓഫ് ഗ്ലൂട്ടത്തയോൺ എടുക്കുകയാണെങ്കിൽ റിസൾട്ട്സ് എത്രയോ ഫാസ്റ്ററാണ്. ബിക്കോസ് ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി നമ്മുടെ ബ്ലഡിൽ എത്രയോ ഹയർ ആണ് ഇഞ്ചെക്ഷൻ വഴി. ഓക്കെ, സോ ഇതും ഇപ്പം വളരെയധികം അബ്യൂസ് പോലെയാണ് ഗ്ലൂട്ടത്തയോൺ ഇഞ്ചെക്ഷൻ ഡോസസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പല സെൻറ്റേഴ്സിലും പോയിട്ട് കൺസൾട്ടേഷൻ ഒന്നും ഇല്ലാതെ, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോയിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കുകയാണ്. ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ബിക്കോസ് നടത്തിയ പഠനങ്ങൾ, സോഫാർ നടത്തിയ പഠനങ്ങളിലൊക്കെ കറക്റ്റ് ഡോസേജോ ബോഡി വെയ്റ്റ് അനുസരിച്ചുള്ള ഡോസ് ഒന്നും ഇല്ലാതെ എടുക്കുമ്പം സിവിയർ ഡ്രഗ് റിയാക്ഷൻ, അലർജിക് റിയാക്ഷൻസ്, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. സോ ദയവേത് ഇതൊന്നും ഓർ ഇഞ്ചെക്ഷൻസ് ഒന്നും നിങ്ങൾ ഏതെങ്കിലും സെൻറ്ററോ അല്ലെങ്കിൽ പാർലേഴ്സിലൊക്കെ പോയിട്ട് എടുക്കരുത്. ഓൺലി ആഫ്റ്റർ എ ഡെർമറ്റ്സ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ഇത് ബോഡി വെയ്റ്റ് അനുസരിച്ച് നമ്മൾ സാധാരണ 1 weekly ഓർ 2 weekly ആണ് IV ഗ്ലൂട്ടത്തയോൺ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് റിസൾട്ട്സ് ആക്ച്വലി ഓരോ പേഴ്സണിന് വേരി ചെയ്യും, ഒരാളടുത്ത് മറ്റേ ആളടുത്ത്. ഇപ്പം നിങ്ങൾക്കൊരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് സ്കിൻ ടോൺ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് 2 മാസം കൊണ്ട് തന്നെ കിട്ടും. ഓക്കെ, ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി കാലം നമുക്ക് ചെയ്യേണ്ടി വരും, ലൈക്ക് ഒരു 3 to 4 months. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇതിൻ്റെ റിസൾട്ട്സ് എവർലാസ്റ്റിംഗ് അല്ല. സി ഓൾ ദിസ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, സോ എല്ലാത്തിനും നമുക്കൊരു മെയിൻ്റനൻസ് ഡോസ് വേണം. സോ നിങ്ങൾക്കിപ്പം ഡിസയർ ഓർ നിങ്ങൾക്ക് വേണ്ടുന്ന റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷവും നിങ്ങളുടെ ഈ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് മന്ത്ലി ഇഞ്ചെക്ഷൻസ് ഓർ ടാബ്ലറ്റ്സോ നമുക്കിങ്ങനെ മെയിൻ്റനൻസ് ഡോസായിട്ട് കഴിക്കേണ്ടി വരും ഈ റിസൾട്ട്സ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൂടാണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, വെയ്റ്റ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ വെരി സ്ട്രിക്റ്റ് സൺ പ്രൊട്ടക്ഷൻ, ഈ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയിൽ നിർത്തേണ്ടതാണ് ഗ്ലൂട്ടത്തിയോൺ പോലത്തെ മെഡിസിൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത്. ലാസ്റ്റ്ലി എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് 3 കാര്യങ്ങളാണ്. നമ്പർ 1, IV ഗ്ലൂട്ടാത്തയോണിന് സ്റ്റഡീസ് ഓർ അതിൻ്റെ മുകളിലുള്ള സ്റ്റഡീസ് ഇപ്പോഴും കുറവാണ്. സയൻറ്റിഫിക് എവിഡൻസും കൂടുതൽ സ്റ്റഡീസും നമുക്ക് ഇനിയും വേണം കുറച്ചും കൂടി സേഫറായിട്ട് IV ഗ്ലൂട്ടാത്തയോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഫാർ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ഡോസേജിൽ കൊടുക്കുന്ന സമയത്ത് സേഫ്റ്റി വളരെ ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ കൂടുതൽ എവിഡൻസ് ആൻഡ് സ്റ്റഡീസ് നമുക്ക് വേണം. രണ്ടാമത്തത്, അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇപ്പം ഒരു ഡാർക്കർ സ്കിൻ ടോൺ ആണെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം വെളുപ്പ് കിട്ടും ഓർ മറ്റ് എക്സ്ട്രീം ലെവൽ ഫെയർനെസ് എനിക്ക് കിട്ടും, ഈ ഒരു എക്സ്പെക്റ്റേഷൻ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. ഗ്ലൂട്ടാത്തയോൺ എടുക്കുമ്പം നിങ്ങളുടെ സ്കിൻ ഷെയ്ഡിൻ്റെ ജസ്റ്റ് 1 ലെവൽ ബിലോ ഓർ അത് കൂടാണ്ട് ഒരു ചെറിയ ഗ്ലോ കൂടുതലും പിന്നെ ഒരു ബ്രൈറ്റ്നെസ്, ഇതാണ് ഗ്ലൂട്ടാത്തയോൺ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഭയങ്കര ഡാർക്കായ ഒരു പേഴ്സൺ എക്സ്ട്രീം ലെവൽ ഓഫ് ഫെയർനെസ്സിലേക്ക് അതെന്തായാലും ഗ്ലൂട്ടാത്തയോൺ ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഈ എക്സ്പെക്റ്റേഷൻസ് മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. ലാസ്റ്റ്ലി, നമ്മൾ ഫെയർ സ്കിന്നിൻ്റെ പിന്നാലെ ഓർ വെളുപ്പ് അതിൻ്റെ പിന്നാലെ ഓടാതെ ഒരു നല്ല ക്വാളിറ്റി ആൻഡ് ഹെൽത്തി സ്കിന്നിന് വേണ്ടി എയിം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഓർ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. താങ്ക് യു.